ഹലോ. അപ്പം ഞങ്ങളിത് രാവിലെ 9 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കോഴിക്കോടേക്കാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഒരു വലിയൊരു പർച്ചേസിനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ കുട്ടികളൊക്കെ രാവിലെ തന്നെ വണ്ടിയിൽ നിന്ന് നല്ല കളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് കൊല്ലത്തെത്തിയപ്പോൾ എപ്പോഴും ഉണ്ടാകുന്ന ബ്ലോക്കാണ് കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. 3/4 മണിക്കൂർ കൊണ്ടെത്തിൻ്റെ ഞങ്ങൾ 1.5 മണിക്കൂർ എടുത്ത് ലാസ്റ്റ് ഇതാ കസവ് കേന്ദ്രയിലെത്തി. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കസവ് കേന്ദ്രയിൽ പോയത്. ഞങ്ങളെ പർച്ചേസ് അധികവും വടകരയിൽ നിന്നാണ് ഉണ്ടാവല്. അപ്പോൾ ഇതൊരു വലിയ പർച്ചേസ് ആയതുകൊണ്ട് ഞങ്ങൾ കോഴിക്കോടേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി സെലക്ഷൻ ആയിരുന്നു കേട്ടോ. എല്ലാത്തിലും കുട്ടികളതാണെങ്കിലും പിന്നെ ലേഡീസിൻ്റെ ആണെങ്കിലും മെൻസിൻ്റെ ആണെങ്കിലും ഒക്കെ അടിപൊളി സെലക്ഷൻ ആയിരുന്നേ. അപ്പോൾ ഇതാ ബാപ്പ ഇവിടുന്ന് ബാപ്പാക്ക് ഷർട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനും കൂടി ഒരു ഷർട്ട് എടുത്തു കേട്ടോ. പിന്നെ ഇതാ ഉമ്മയും ഞങ്ങളുടെ അവിടെ നിന്ന് ഇങ്ങനെ കഥ പറയുന്നുണ്ട്, കുട്ടികൾ ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജെൻസിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ അടിപൊളി ഗ്രൂംസിൻ്റെ നല്ല അടിപൊളി കുർത്തയും കാര്യങ്ങളൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഷൂസും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ പിന്നെ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് പോയി. അങ്ങനെ പിന്നെ എനിക്കും ഉമ്മാക്കും പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് കുട്ടികളെ സെക്ഷനിൽ പോയി അതും ഒക്കെ എടുത്തു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയാൽ അറിയാലോ, വീഡിയോ എടുക്കേണ്ടെന്ന് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ബില്ലടിക്കാൻ കൊടുത്തു. അപ്പോൾ വലിയൊരു ബില്ല് തന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഡിക്കി നിറച്ച് സാധനങ്ങളായി പിന്നെ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ.